CPIയുടെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന രണ്ട് നേതാക്കളാണ് സി ദിവാകരനും മുല്ലക്കര രത്നാകരനും. ഇവർ രണ്ടുപേരും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. അത് CPIയിലെ പല നേതാക്കൾക്കും ഒരു ദിശാമാർഗമായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സി ദിവാകരൻ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 2026 GR അനിലിനെതിരെ മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സി ദിവാകരൻ CPIക്ക് കൃത്യമായ പോരാട്ട വീര്യം പകർന്നതുകൊണ്ടാണ് ഇന്ന് കേരള നിയമസഭയിൽ 17 അംഗങ്ങളെങ്കിലും ഉള്ളത്. വാസ്തവത്തിൽ സി ദിവാകരനെ പോലെ നിരവധി നേതാക്കളുണ്ട്. VS സുനിൽകുമാർ അടക്കമുള്ളവർ CPIയിൽ അതൃപ്തരാണ്. അവരെല്ലാവരും യോജിച്ചൊരു തീരുമാനം എടുക്കാൻ താല്പര്യപ്പെടുകയാണ്. ബിനോയ് വിശ്വത്തിന് ഇതിലും വലിയ അടി കിട്ടാനില്ല. ബിനോയ് വിശ്വത്തിൻ്റെ ഒരു വിചാരം അദ്ദേഹം കുറച്ച് നേതാക്കളും വിചാരിച്ചാൽ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാം എന്നാണ്. CPMൽ എന്താണോ പിണറായി വിചാരിക്കുന്നത്, ധാർഷ്ട്യവും അഹങ്കാരവും, അതൊക്കെ വളരെ സൗമ്യനും വളരെ മിതത്വവാദിയുമായ ബിനോയ് വിശ്വത്തിന് ആ ബാധ കയറി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വൈകാതെ പിണറായിക്ക് പഠിക്കുകയാണോ നിങ്ങൾ എന്ന് KE ഇസ്മായിൽ അടക്കമുള്ളവർ തുറന്നടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ബിനോയ് വിശ്വം ഇപ്പോൾ ഒരു താൻ പോരിമ കാണിക്കുന്നുണ്ട്. രാജ്യസഭാ അംഗം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നീയൊക്കെ നിലയിൽ സ്ഥാനമാനങ്ങൾ വലിയ തോതിൽ കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്ത അഹങ്കാരം അദ്ദേഹത്തിനെ പിടികൂടിയിരിക്കുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് താനാണ് സംസ്ഥാനത്തെ കാനം രാജേന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേതാവ് എന്നൊക്കെയാണ്. എന്നാൽ അല്ലേ അല്ല. സി ദിവാകരനും മുല്ലക്കര രത്നാകരനും ഒക്കെ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എങ്ങനെയാണോ MA ബേബിയെ ഒതുക്കിയത് അതുപോലെ സംസ്ഥാനത്ത് നിറഞ്ഞാടാം, പത്തി വിടർത്തി ആടാം എന്നൊക്കെയാണ് ബിനോയ് വിശ്വം കരുതുന്നത്. അതൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് എങ്ങനെയാണോ MA ബേബി CPIMലെ ദേശീയ സെക്രട്ടറി ആയത് അതുപോലെ തന്നെ സി ദിവാകരനെ കൊണ്ട് വിചാരിച്ചാലോ മുല്ലക്കരയെ കൊണ്ട് വിചാരിച്ചാലോ കഴിയും എന്ന ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള പല ആളുകളും ബിനോയ് വിശ്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പല സീറ്റുകളിലും നടക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ബിനോയ് വിശ്വം കൂടി അറിഞ്ഞിട്ടാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കപ്പെടുന്നത്. സുനിൽകുമാറും ബിനോയ് വിശ്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ സുനിൽകുമാറിന് തൃശ്ശൂർ സീറ്റ് നൽകാം എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. UDFനെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും എന്ന് VD സതീശൻ പറയുമ്പോൾ അതിൽ ആകൃഷ്ടരായി ഇപ്പോഴത്തെ പല നേതാക്കളും CPI വിടാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ CPIക്ക് സമീപകാലത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി കൊടുക്കാനാണ് സി ദിവാകരനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.